ഔദ്യോഗിക അനുമതി ലഭിക്കാതെ പാകിസ്ഥാനി പൗരയായ യുവതിയെ വിവാഹം കഴിച്ച CRPF കോൺസ്റ്റബിൾ മുനീർ അഹമ്മദിനെതിരെ വകുപ്പ് തല നടപടിക്കൊരുങ്ങി കേന്ദ്ര റിസർവ് പോലീസ് സേന. ന്യൂസ് 18 ലഭിച്ച റിപ്പോർട്ട് അനുസരിച്ച് വകുപ്പിന്റെ അനുമതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ 2024 മെയ് 24 വാട്സാപ്പ് വീഡിയോ കോൾ വഴി വിവാഹം നടന്നതായി കണ്ടെത്തി. നടപടിക്രമങ്ങളുടെ ലംഘനവും ദേശീയ സുരക്ഷാ ആശങ്കകളും വകുപ്പ് തല നടപടി ആരംഭിക്കാൻ കാരണമായി ചൂണ്ടിക്കാട്ടുന്നു. ന്യൂസ് 18 ലഭിച്ച റിപ്പോർട്ടിൽ 41ാം ബറ്റാലിയനിൽ ജോലി ചെയ്യുന്ന കോൺസ്റ്റബിൾ മുനീർ അഹമ്മദ് മൈനൽ ഖാൻ എന്ന പാകിസ്ഥാനി യുവതിയെ വിവാഹം കഴിക്കാൻ അനുമതി തേടി അപേക്ഷ നൽകിയിരുന്നതായി CRPF പറയുന്നു. എന്നാൽ വകുപ്പ് അപേക്ഷ പരിഗണിച്ച് അനുമതി നൽകുന്നതിന് മുൻപ് തന്നെ 2024 മെയ് 24 വാട്സാപ്പ് വീഡിയോ കോൾ വഴി വിവാഹം നടന്നതായി റിപ്പോർട്ടിൽ പറയുന്നു. ഈ അനധികൃത നടപടി ഔദ്യോഗിക അന്വേഷണത്തിനും അതുപോലെ അച്ചടക്ക നടപടികൾക്കും വഴി തെളിയിച്ചിരിക്കുകയാണ്. റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഇതൊരു നയപരമായ തീരുമാനമായിരുന്നു. ജമ്മു ആൻഡ് കാശ്മീർ സോൺ വിവാഹത്തിനുള്ള അപേക്ഷ നിരസിക്കാൻ സാധ്യതയുണ്ടെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുന്നു. പാകിസ്ഥാനി യുവതിയെ വിവാഹം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസും ദേശീയ സുരക്ഷാ വിഷയവും ഉൾപ്പെടുന്നതിനാൽ ഈ ഒരു വിഷയം ഒരു നയപരമായ തീരുമാനത്തിനായി ജമ്മു ആൻഡ് കാശ്മീർ സോൺ ആസ്ഥാനത്തേക്ക് പുനർസമർപ്പിച്ചു. നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് നൽകേണ്ടതില്ലെന്നും ഇത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് ഒരു നയപരമായ തീരുമാനം എടുക്കണമെന്നും ഓഫീസ് കത്ത് മുഖേന അഭിപ്രായം അറിയിച്ചിരുന്നു. റിപ്പോർട്ടിൽ പറയുന്നത് ഇപ്രകാരമായിരുന്നു. കോൺസ്റ്റബിളിന്റെ ഭാഗത്തു നിന്ന് നിരവധി വീഴ്ചകൾ സംഭവിച്ചതായി റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. ഭാര്യയുടെ വിസ കാലാവധി കഴിഞ്ഞിട്ടും ഇന്ത്യയിൽ തുടരുന്ന വിവരം വകുപ്പിനെ അറിയിക്കാതിരുന്നതും കോടതി നടപടികൾ തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പ്രസ്താവനകൾ നൽകുക എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. റിപ്പോർട്ട് അനുസരിച്ച് കോൺസ്റ്റബിൾ മുനീർ അഹമ്മദ് പല കാര്യങ്ങളും വകുപ്പിനെ അറിയിച്ചില്ല. പാകിസ്ഥാനി യുവതിയെ വിവാഹം കഴിക്കുന്നതിനുള്ള അനുമതിക്കായി CRPF വകുപ്പിൽ അപേക്ഷ പെൻഡിംഗ് ആയിരിക്കെ മുനീർ അഹമ്മദ് വകുപ്പിന്റെ തീരുമാനമോ അനുമതിയോ കാത്തിരിക്കാതെ മൈനർ ഖാനെ വിവാഹം ചെയ്തു. മുനീർ അഹമ്മദിന്റെ ഭാര്യയായ മൈനർ ഖാൻ പാകിസ്ഥാൻ പാസ്പോർട്ടിൽ ടൂറിസ്റ്റ് വിസയിൽ 2025 മാർച്ച് 22 വരെ കാലാവധിയുള്ള വിസയിലാണ് വാഗ അതിർത്തി വഴി ഇന്ത്യയിൽ പ്രവേശിച്ചത്. എന്നാൽ വിസ കാലാവധി കഴിഞ്ഞിട്ടും ഭാര്യ ഇന്ത്യയിൽ താമസിക്കുന്ന വിവരം ഇയാൾ വകുപ്പിനെ അറിയിച്ചില്ല. കൂടാതെ ഭാര്യ ലോങ് ടേം വിസയ്ക്ക് അപേക്ഷിച്ചിട്ടുണ്ടെന്ന് ഇയാൾ പറഞ്ഞെങ്കിലും ഈ ഒരു വിവരം വകുപ്പിനെ അറിയിച്ചിരുന്നില്ല. കോടതിയിൽ ഹാജരായപ്പോൾ താൻ വിവാഹ വിവരം CRPFനെ അറിയിച്ചിട്ടുണ്ടെന്ന് കോൺസ്റ്റബിൾ പറഞ്ഞെങ്കിലും അങ്ങനെയൊരു അനുമതി നൽകിയിട്ടില്ലെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. വാട്സാപ്പ് കോൾ വഴിയാണ് വിവാഹം നടന്നത്. അത് നടപടിക്രമപരവും നിയമപരവുമായ സാധുതയെ ചോദ്യം ചെയ്യുന്നു. പാകിസ്ഥാനി ഭാര്യയുടെ സാന്നിധ്യവും വിസയുടെ സ്ഥിതിയും മറച്ചുവച്ചത് സുരക്ഷാ ആശങ്കകൾക്ക് കാരണമായേക്കാമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അടുത്തിടെയുണ്ടായ പേൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലും എല്ലാ പാകിസ്ഥാനി പൗരന്മാരെയും നാട് കടത്താനുള്ള ഇന്ത്യൻ സർക്കാരിന്റെ നിർദ്ദേശത്തെ തുടർന്ന് മൈനൽ ഖാനെ നാട് കടത്താനായി വാഗ അതിർത്തിയിലേക്ക് കൊണ്ടുപോയിരുന്നു. എന്നാൽ ജമ്മു ആൻഡ് കാശ്മീർ ഹൈക്കോടതി 2025 ഏപ്രിൽ 29 കൂടുതൽ വാദം കേൾക്കുന്നതുവരെ 10 ദിവസത്തെ സ്റ്റേ അനുവദിച്ചു. CRPF കണ്ടെത്തൽ അനുസരിച്ച് കോൺസ്റ്റബിൾ 1964 CCS കണ്ടക്ട് റൂൾസ് റൂൾ 21(3) ലംഘിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വകുപ്പ് തല അച്ചടക്ക നടപടി പരിഗണനയിലുമാണ്. सजा उनको मिलनी चाहिए या हमें मिलनी चाहिए? इनके छोटे छोटे बच्चे हैं, वो इधर अंदर फंसी हुई हैं. ये हमारी अभी नई शादी हुई है, 2 माह हुए हैं शादी को. हमने LTV अप्लाई किया हुआ है, अंडर प्रोसेस आ रहा है और हमें ऐसे भेज रहे हैं नोटिस भेज के. ये तो गलत बात है ना. सरकार से यही अपील है, जिनकी शादियां हुई हैं उनको यहाँ रहने दें, नेशनैलिटी उनको दें. आप LTV अप्लाई किए हुए आप उनको दें.